ഹായ് ട്രേഡേഴ്സ്. നമുക്ക് ഗോൾഡിൻ്റെ സ്ട്രാറ്റജി വ്യാഴാഴ്ച ഇന്നത്തെ സ്ട്രാറ്റജി മറ്റു കാര്യങ്ങൾ നോക്കാം. ഇന്നലെ ഗോൾഡ് ഭയങ്കര വോളറ്റൈലായിരുന്നു. നമ്മൾ കണ്ടായിരിക്കും. ഇസ്രായേൽ സിറിയയിൽ ആക്രമിച്ചു. അതുപോലെ തന്നെ മറ്റുള്ള ബന്ധപ്പെട്ട ന്യൂസുകളും കാരണം വോളറ്റൈലായിരുന്നു. ഇന്നലെ ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് വന്നു, അതായത് 3377 വരെ വന്നായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അവിടുന്ന് ഒരു റിട്രേസ്മെൻ്റ് എടുത്ത് ഇപ്പോൾ 3339 നിൽക്കുന്നു. ഇന്നും ബുള്ളിഷ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ടെക്നിക്കൽ അനാലിസിസ്, അതായത് മൂവിങ് ആവറേജ്, RSI ഒക്കെ കാണിക്കുന്നു. ഇന്നിപ്പോൾ ഡോളറിൻ്റെ റേറ്റ് നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് റേറ്റിൽ ചെറിയ മാറ്റമുണ്ട്. അതിൻ്റെ നോക്കാം. 0.25% ലാഭത്തിലാണ് ഇന്ന് ട്രേഡിങ് നടക്കുന്നത്. 98.54 നിൽക്കും. അപ്പം ചെറുതായിട്ട് ഉയർന്നു വരുന്നുണ്ട് എന്ന് തന്നെ പറയാം. അത് 100 അടുക്കും തോറും വില കൂടിക്കൊണ്ടിരിക്കും. 100 അതായത് 100 അടുപ്പിക്കാനാണ്, അതായത് 100 വരെ എത്തിക്കാനാണ് ശ്രമങ്ങൾ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. ഈ സമയം 4:30 കോർ റീറ്റെയിൽ സെയിൽസ് മന്ത്ലി, അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ്, ഫില്ലി ഫുഡ് മാനുഫാക്ചറിങ്. ഇത്രയാണ് 4ാമത്തെ ഫില്ലി ഫുഡ് മാനുഫാക്ചറിങ് ഇൻഡെക്സ്. ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ. ഇനി നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെ ഇമ്മീഡിയറ്റ് ലെവൽ, സ്കൽപ്പസിലെ ലെവൽ എങ്ങനെയാണെന്ന് നോക്കാം. റെസിസ്റ്റൻസ് 3349, 3353, 3356. ഇതാണ് തേർഡ് വൺ. 56 വരെ നമുക്ക് ഇമ്മീഡിയറ്റ് ലെവൽ പ്രതീക്ഷിക്കാം. പിന്നെ സപ്പോർട്ട് 3339, 3336, 3332. ഇത്രയാണ് സപ്പോർട്ടുകൾ. ഇനി നമുക്ക് ഡേ ട്രേഡേഴ്സിനുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ട് നോക്കാം. 3356 വരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് 3370 ഇന്നലത്തെ ആ ഒരു റേഞ്ച് എത്താൻ സാധ്യതയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 3398. നമുക്ക് ഇതുപോലെ തന്നെ 3412 ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ 3398 വരെ പ്രതീക്ഷിക്കുന്നു. അത്രേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ സപ്പോർട്ട് 3322, 3312, 90. അപ്പോൾ 95, 90 ആ റേഞ്ചിൽ വരെ എത്താൻ സാധ്യതയുണ്ട്. അത് 85 വരെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. ഇന്നലത്തെ പോലെ ഒരു വോളറ്റിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഏത് സമയം. അപ്പം എന്ത് ചെയ്യണമെന്ന് എപ്പോഴും ഇക്വിറ്റിയും റിസ്ക് മാനേജ്മെൻറ്റും, ഇക്വിറ്റി എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യണം. നിങ്ങൾ ലോട്ടിനും നിങ്ങളുടെ ഫണ്ടിനും അനുസരിച്ച്, നിങ്ങളുടെ ബാലൻസ് അനുസരിച്ച്. അതുപോലെ പിന്നെ ഞാൻ മുന്നേ സ്ക്രീനിൽ കാണിച്ച പോലെ ഫിബൊനാച്ചി നമുക്ക് ഇതേ റേഞ്ചിൽ തന്നെയാണ് കാണിക്കുന്നത്. ഈ ഒരു ലെവലിൽ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ഓരോ പെർസെൻറ്റേജ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഏകദേശം ഇത്ര ലെവൽ തന്നെയാണ് ഫിബൊനാച്ചി കാണിക്കുന്നത്. അപ്പം ഇന്നത്തെ ഗോൾഡുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ ഇത്രയാണുള്ളത്. അപ്പം ടേക്ക് കെയർ. ഇന്നലത്തെ പോലെ ഒരു വോളറ്റിലിറ്റി ഏത് സമയത്തും സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നിൽക്കണം. കാരണം ജിയോ പൊളിറ്റിക്കലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏത് സമയവും പിന്നെ ലോകത്ത് വേൾഡിൽ സംഭവിക്കും. അതനുസരിച്ച് മാർക്കറ്റ്, പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ മാർക്കറ്റ് പെട്ടെന്ന് വോളറ്റൈലാകും. കാരണം അതിൽ ചെറിയൊരു വോളറ്റൈൽ വരുമ്പോൾ തന്നെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇടപെടും. അപ്പോൾ അത് ഒരു വലിയൊരു വോളറ്റൈലായിട്ട് മാറ്റും. അങ്ങനെ സാധാരണക്കാരനായ ഇൻഡിവിജ്വൽ
ട്രേഡേഴ്സിനെ അല്ലാതെ പ്രഷർ ചെയ്യിപ്പിക്കും. അങ്ങനെ അവരെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവാനും മറ്റുള്ള സാധ്യതകളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് എപ്പോഴും നമ്മളൊരു സേഫ് ലെവലിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും നമ്മൾ ഇക്വിറ്റി കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫണ്ടിനനുസരിച്ച്, നമ്മൾ കയ്യിലുള്ള ഫണ്ടിനനുസരിച്ച്, ഇക്വിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ട്രേഡിൻ്റെ ലോട്ട് കൂട്ടാൻ പാടുള്ളൂ. അപ്പം അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ റിസ്ക് എടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ, ഏതെങ്കിലും ഒരു വീഡിയോയിൽ എത്രയൊക്കെ റിസ്ക് എടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ഷോട്ട് ഞാൻ ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും എന്ന് വിചാരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു, ടേക്ക് കെയർ, താങ്ക് യു വെരി മച്ച്.